ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അരങ്ങിലെ മഹാനടന് അഭ്രപാളികളിലേക്ക് വേഷപ്പകർച്ച. വെള്ളിത്തിരയുടെ തിളങ്ങുന്ന പശ്ചാത്തലത്തിലും അതുല്യ കലാകാരൻ നിഷ്പ്രയാസം പകർന്നാട്ടം നടത്തി. ജീവിത സായാഹ്നത്തിലും അംഗീകാരത്തിന്റെ പടവുകൾ കയറുകയാണ് ഗുരു ചേമഞ്ചേരി. ഒപ്പം ഏറെ വൈകിയാണെങ്കിലും സിനിമാ ലോകം നൽകിയ ആദരവും. ഗുരുവിന് മുഖംമൂടികൾ നൽകിയത് അഭിനയ ജീവിതത്തിലെ സുവർണമുദ്ര. ഗുരു ചേമഞ്ചേരിയുടെ ആദ്യ സിനിമാ വിശേഷങ്ങൾ പ്രധാന വാർത്തകൾക്കു ശേഷം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ്. സേവനാവകാശ നിയമം പോലും അറിയാത്ത സർക്കാർ ജീവനക്കാരെന്ന് വിജിലൻസ് കണ്ടെത്തൽ. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ജീവനക്കാരുടെ യാതൊരു അവകാശങ്ങളും സർക്കാർ നിഷേധിച്ചിട്ടില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ഗുരുവിന്റെ ആദ്യ സിനിമ മുഖംമൂടികൾ പ്രദർശനത്തിന്. ഗുരു ചേമഞ്ചേരിക്ക് സ്വപ്ന സാഫല്യം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ്. റിട്ടയർഡ് അധ്യാപകരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. കോഴിക്കോട് മോഡൽ സ്കൂൾ കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ് നടന്നു. റിട്ടയർഡ് അധ്യാപകരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിമാരായ പ്രേംദാസ്, അബ്ദുൾ വഹാബ്, സജേഷ് വാഴവളപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം റെയ്ഡ് നടത്തിയത്. സേവനാവകാശ നിയമം പാസാക്കിയതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ഓഫീസുകളിലും സേവനാവകാശ നിയമം ബാധകമാണ്. എന്നാൽ ഓഫീസിൽ സേവനാവകാശ നിയമം എന്താണെന്ന് അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ചുമതല വഹിക്കുന്നത് എന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാം പരിശോധിച്ച് വ്യക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് വിജിലൻസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ജീവനക്കാരുടെ യാതൊരു അവകാശങ്ങളും സംസ്ഥാന സർക്കാർ നിഷേധിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 28ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 28ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈസ്റ്റ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗതാഗത വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ റവന്യൂ കമ്മി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ജീവനക്കാരുടെ യാതൊരു അവകാശങ്ങളും സർക്കാർ നിഷേധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ഒരിക്കലും ജീവനക്കാരന്റെ അവകാശങ്ങൾ ഈ സർക്കാർ നിഷേധിക്കില്ല. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി കെ സുനിൽകുമാർ, കെ പി ബാബു, പി എം അബ്ദുറഹിമാൻ, കെ ദിനേഷ് കുമാർ, അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസിസി പ്രസിഡന്റ് കെ സി അബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം എ പി അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കെ സി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. വി അബ്ദുൾ റസാഖ്, ഡോക്ടർ പി കെ ജേക്കബ്, സി രാജൻ പിള്ള, MM വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ട്രേഡ് യൂണിയൻ സമ്മേളനം UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷനായിരുന്നു. ഡിസംബർ 3, 4, 5 തീയതികളിൽ തിരുവനന്തപുരത്താണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ചിത്രം മുഖംമൂടികൾ പ്രദർശിപ്പിച്ചു. വിതരണക്കാരും തിയേറ്ററുകാരും തഴഞ്ഞ സിനിമ പ്രദർശിപ്പിച്ചത് കൊയിലാണ്ടി കൃഷ്ണ തിയേറ്ററിലാണ്. PK രാധാകൃഷ്ണനാണ് മുഖംമൂടികൾ സംവിധാനം ചെയ്തത്. എന്റെ തറവാട്ടിലെ കാരണവും
ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് സ്വപ്ന സാഫല്യം. 98ാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ മുഖംമൂടികൾ പ്രദർശിപ്പിച്ചു. PK രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരും ഇർഷാദ് തുടങ്ങി പ്രമുഖർ അഭിനയിച്ച ചിത്രം കൊയിലാണ്ടി കൃഷ്ണ തിയേറ്ററിലാണ് ആദ്യ പ്രദർശനം നടത്തിയത്. കഥകളിയിൽ എന്ന പോലെ സിനിമയിലും തികഞ്ഞ ആത്മാർത്ഥതയോടെ നിറഞ്ഞാടിയ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ സിനിമ പക്ഷേ വിതരണം ചെയ്യാനും പ്രദർശിപ്പിക്കാനും തിയേറ്ററുകാർ തയ്യാറായിരുന്നില്ല. നിരവധി തവണ മുഖംമൂടികളുടെ പ്രദർശനം മാറ്റിവെച്ചിരുന്നു. കഥകളിക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഗുരുവിനെ അവഗണിക്കുന്ന തരത്തിലായിരുന്നു ഈ സമീപനം. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്നാണ് സിനിമയുടെ പ്രദർശനം കൃഷ്ണ തിയേറ്ററിൽ നടന്നത്. ചടങ്ങിൽ ഗുരുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചേമഞ്ചേരി നാരായണൻ നായർ, സബ് ഇൻസ്പെക്ടർ ഉമേഷ്, സംവിധായകൻ PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മറുപടി പ്രസംഗവും നടത്തി. അതുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ വളരെ ഞാൻ സന്തോഷിക്കുന്നതായി വർദ്ധിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് നടപ്പിലാക്കണമെന്ന് പ്രകൃതി സംരക്ഷണ സമിതി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ നിയോഗിച്ച ഉമ്മൻ സമിതിയുടെ തെളിവെടുപ്പ് പ്രഹസനത്തെ ബഹിഷ്കരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിശദമായ ചർച്ചകൾക്കും സന്ദർശനങ്ങൾക്കും ശേഷം തയ്യാറാക്കിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ താഴെത്തട്ടിലുള്ള കർഷകരെയും ആദിവാസികളെയും മറ്റു ജനവിഭാഗങ്ങളെയും പരിരക്ഷിച്ചുകൊണ്ട് അവരുടെ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ശുപാർശകൾ നടപ്പിലാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് ഇതിന്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗങ്ങളിലും 100 മുതൽ 500 ഏക്കർ വരെയുള്ള ഭൂവിഭാഗങ്ങൾ സ്വകാര്യ ക്വാറി ഉടമകൾ കൈവശം വെച്ചിരിക്കുകയാണ്. ഇത്തരം മണൽ, കരിങ്കൽ, മണ്ണ് മാഫിയകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്നതുകൊണ്ടാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ സമരങ്ങൾ നടത്തുന്നതെന്നും അവർ പറഞ്ഞു. ഇത്തരം കപട രാഷ്ട്രീയക്കാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും നിലപാടുകളിലെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കണമെന്നും സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് പ്രഹസനത്തെ തള്ളിക്കളയണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ പശ്ചാത്തലത്തിൽ ഡിസംബർ 27-ന് സംസ്ഥാനത്തെ പരിസ്ഥിതി സംഘടനകളുടെയും പ്രവർത്തകരുടെയും സമ്മേളനം കോഴിക്കോട്ട് നടത്തും. സമൂഹത്തിന് നൽകിയ സേവനത്തിന് ഷിബിൻ എലിമ്പിലാശ്ശേരിക്ക് പുറം ലോകത്തിന്റെ അംഗീകാരം. വൃദ്ധരുടെയും കുട്ടികളുടെയും മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിൽ വഹിച്ച പങ്കിനാണ് കടൽ കടന്ന് പുരസ്കാരമെത്തിയത്. അക്കാദമി ഓഫ് യൂണിവേഴ്സൽ ഗ്ലോബൽ പീസിന്റെ ഡോക്ടറേറ്റ് പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വാർദ്ധക്യകാലത്ത് മാനസിക ശാരീരിക പ്രശ്നങ്ങളാൽ ഉഴലുന്നവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. കോഴിക്കോട് നടക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനത്തിന് ഷിബിൻ എലിമ്പിലാശ്ശേരിയെ തേടിയെത്തിയത് അക്കാദമി ഓഫ് യൂണിവേഴ്സൽ ഗ്ലോബൽ പീസിന്റെ ഡോക്ടറേറ്റ് പുരസ്കാരമാണ്. കാരപ്പറമ്പ് സ്വദേശിയായ ഷിബിൻ 2006-ലാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനവുമായി രംഗത്തെത്തുന്നത്. പ്രായമായവർക്കു വേണ്ടി അവരുടെ ശാരീരികവും മാനസികവുമായി നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനായി ചെയ്ത കേപ്സ് എന്ന പ്രൊജക്ടും ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കു വേണ്ടി ആശ 2020 എന്ന പ്രൊജക്ടുമാണ് ഷിബിനെ ഡോക്ടറേറ്റ് നേടാൻ അർഹനാക്കിയത്. വാർദ്ധക്യത്തുണ എന്ന മാഗസിനും ഷിബിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇനിയും തന്റെ പ്രവർത്തനം രാജ്യം മുഴുവനും വ്യാപിപ്പിക്കാനും സമൂഹത്തിന് എന്നും കൈത്താങ്ങായി മാറാനുമാണ് ഷിബിന്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ സൈക്കോളജിക്കൽ കൺസൾട്ടൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതും പ്രായപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനുമായിട്ട് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അവർക്ക് അത് അവരെ നമ്മൾ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ജീവിതം, അവരെ അടുത്ത ജനറേഷനുള്ള തലമുറയിലുള്ള കുട്ടികളുമായിട്ട് നല്ല സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിലൂടെ നല്ലൊരു സമൂഹവും കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. ഷിബിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് കൂട്ടായി നിരവധി സഹപ്രവർത്തകരാണ് ഉള്ളത്. കൂടുതലും യുവതലമുറയുടെ സാന്നിധ്യം. ഡോക്ടറേറ്റോ മറ്റു പുരസ്കാരങ്ങളോ ഷിബിനെ പോലുള്ളവരുടെ പ്രവർത്തനത്തെക്കാൾ ഒരിക്കലും വലുതാവില്ല എന്നതാണ് ഇദ്ദേഹത്തിലൂടെ സമൂഹത്തിനു മുന്നിൽ തെളിയിക്കുന്നത്. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി
കണ്ണ് DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടൂ. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനും യൂണിവേഴ്സൽ ആർട്സും സംയുക്തമായി സംഘടിപ്പിച്ച ബാലചിത്രം 2013 ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം സിനിമാ നാടക പ്രവർത്തകൻ വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനും യൂണിവേഴ്സൽ ആർട്സും സംയുക്തമായി സംഘടിപ്പിച്ച ബാലചിത്രം 2013 ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. യൂണിവേഴ്സൽ ആർട്സ് കഴിഞ്ഞ 54 വർഷത്തോളമായി വിജയകരമായി നടത്തിവന്ന അഖിലേന്ത്യാ ബാലചിത്ര രചനാ മത്സരം ഈ വർഷം കോർപ്പറേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംയുക്തമായാണ് നടത്തിയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരം കൂടിയാണിത്. 1500-ലധികം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിലെ ചിത്രങ്ങളുടെ പ്രദർശനം വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സൽ ആർട്സിന്റെ പേര് കോഴിക്കോടിന്റെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ ഏതോ കാലം കുറേ വർഷങ്ങളായിട്ട്, അതേപോലെ തന്നെ യൂണിവേഴ്സൽ ആർട്സ് മുൻകൈയെടുത്ത് നടത്തുന്ന ഈ ബാല ചിത്രരചനാ മത്സരം, അതൊക്കെ വളരെ ഒരുപാട് കാലങ്ങളായിട്ട് കോഴിക്കോടിനെ അറിയുന്നവർ, കോഴിക്കോടിനെ പറ്റി അന്വേഷിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ മാതൃകയാണ്. പരിപാടിയിൽ VP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ ആന്റോപുരം, ചെലവൂർ വേണു, സന്തോഷ് നിലമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. റേഷൻ വ്യാപാരികൾ വീണ്ടും സമരമുഖത്തേക്ക്. അധികൃതരിൽ നിന്നും കിട്ടിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ വ്യാപാരികൾ ദുരിതക്കയത്തിലാണ്. കുടിശ്ശിക അനുവദിച്ചു കിട്ടാതെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കേരള സ്റ്റേറ്റ് റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 2012 ഡിസംബർ മുതലുള്ള 8 മാസത്തെ കുടിശ്ശിക എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കേരള സ്റ്റേറ്റ് റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ഡീസൽ വില എല്ലാ മാസവും വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷൻ കടത്തുകൂലിക്ക് തികയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രഖ്യാപിത റേഷൻ സാധനങ്ങൾ വിതരണത്തിന് ലഭിക്കാത്തതുകൊണ്ട് കാർഡുടമകളും കടക്കാരും തമ്മിൽ നിരന്തരം വാക്കുതർക്കമുണ്ടാവുകയാണ്. 24 കിലോ അരിയും 3 കിലോ ഗോതമ്പുമാണ് വിതരണത്തിന് ലഭിച്ചത്. എന്നാൽ 25 കിലോ അരിയും 5 കിലോ ഗോതമ്പും നൽകാനാണ് അധികാരികൾ പറയുന്നത്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് വ്യാപാരികൾ ചോദിക്കുന്നു. പഞ്ചസാരയ്ക്ക് 15 രൂപയാണ് കമ്മീഷൻ ലഭിക്കുന്നത്. 60 രൂപ ലോറി വാടക ഇനത്തിൽ തന്നെ കൊടുക്കേണ്ടി വരുന്നു. ആട്ടയുടെ കാര്യവും വ്യത്യസ്തമല്ല. ആട്ട ഇനി ഡോർ ഡെലിവറി തന്നില്ലെങ്കിൽ അടുത്ത മാസം മുതൽ സ്റ്റോക്ക് എടുക്കില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് റേഷൻ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും വീണ്ടും സമരത്തിലേക്ക് പോകാൻ വ്യാപാരികൾ നിർബന്ധിതരാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന തപാൽ കലാമേളയുടെ ഭാഗമായ ഉത്തരമേഖല തപാൽ കലാമേളയ്ക്ക് തുടക്കമായി. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന മേള കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തപാൽ കലാമേളയുടെ ഭാഗമായ ഉത്തരമേഖല തപാൽ കലാമേളയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം. നളന്ദ ഓഡിറ്റോറിയത്തിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് കലാമേള ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പകൽ മുഴുവൻ നിങ്ങൾ ചൊല്ലിയതുപോലെ കലയുടെ ഒരു മാമാങ്കം ഈ വേദിയിൽ ഒരുക്കൂട്ടാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്ന ഒരു പകൽ സമ്മാനിക്കുന്ന ഒരു കലാമേളയായി ഇത് മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങളുടെ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ V രാമുലു അധ്യക്ഷം വഹിച്ചു. PMG ഓഫീസ് അക്കൌണ്ട്സ് ഓഫീസർ A നാഗരാജ്, PV രാജേന്ദ്രൻ, K മോഹനൻ, CP കൃഷ്ണൻ നമ്പൂതിരി, സീനിയർ പോസ്റ്റ് മാസ്റ്റർ V കുഞ്ഞിരാമൻ, B സത്യനാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
തലമുറകളോടുള്ള കടപ്പാട് ആയുർവേദത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ജീവനം ആയുർവേദ ആശുപത്രി. കണ്ണൂർ ജില്ലയിലെ ആറാംകോട്ടം നാലുമുക്കിലാണ് ജീവനം ആശുപത്രിയുടെ പ്രവർത്തനമെങ്കിലും ചികിത്സാ നൈപുണ്യം പറഞ്ഞറിഞ്ഞ് ഇവിടെ എത്തുന്നവർ നിരവധിയാണ്. ആതുര സേവനത്തിന്റെ ഹരിതസ്പർശം കേരളത്തിന് സമ്മാനിച്ച് 2010 പ്രവർത്തനം ആരംഭിച്ച ജീവനം ആയുർവേദ ആശുപത്രി അതിന്റെ 4ാം വർഷത്തിൽ മികച്ച സേവനം പ്രദാനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലയിലെ പള്ളിയാമൂല ആറാംകോട്ടം നാലുമുക്കിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പുതിയ സംരംഭത്തിന്റെ തുടക്കം തന്നെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ജീവനത്തിൽ ചികിത്സ തേടിയെത്തിയവരുടെ സംതൃപ്തി നിറഞ്ഞ കയ്യടി 7 തിരിയിട്ട് തെളിയിച്ച വിളക്കിന്റെ പ്രകാശത്തിന് സമാനമായിരുന്നു. ജീവനം ആയുർവേദ ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെല്ലാവരും കൈയടിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ അറിയുകയാണ്. ഇതിന്റെ പ്രവർത്തനത്തിനായിട്ട് എല്ലാവരും എപ്പോഴും നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുക. അതിന്റെ ദൈവം എല്ലാവർക്കും നന്ദി മാത്രം ഉണ്ടാകുന്നു. താങ്ക് യു വെരി മച്ച്. അതുതന്നെയായിരുന്നു ഉദ്ഘാടനവും. 11 വർഷത്തെ പരാജയപ്പെട്ട ചികിത്സകൾക്കൊടുവിൽ കാഴ്ചയുടെ ലോകത്തെത്തിയ തളിപ്പറമ്പ് സപ്നാസ് എന്ന ബാലികയും പഠനമുപേക്ഷിച്ച് 4 ചുവരുകൾക്കുള്ളിലെ ഇരുട്ടിൽ നിന്നും അക്ഷരങ്ങളുടെ ലോകവും കാഴ്ചയുടെ ലോകവും നൽകിയ 10 വയസ്സുകാരൻ വിവേകും ചടങ്ങിനെത്തിയിരുന്നു. അനുഭവ സാക്ഷ്യമാണ് ജീവനത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നിദാനം. സേവനനിരതരായ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സ്നേഹോഷ്മളവുമായ മനോഭാവവും പെരുമാറ്റവും മറ്റുള്ളവരെ കൂടി ഇവിടേക്ക് ആകർഷിക്കുന്നു. കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, തലസംബന്ധമായ അസുഖങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സ ആയുർവേദത്തിലൂടെ ജീവനത്തിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും പലതരത്തിലുള്ള കാഴ്ചക്കുറവിന് വിദഗ്ധ ചികിത്സ ഇവിടെ നൽകി വരുന്നുണ്ട്. അതിൽ 100% വിജയവും കൈവരിക്കുന്നുണ്ട്. പ്രമേഹ അനുബന്ധ രോഗങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്ക്, വനിതാ ഡോക്ടർമാരുടെ സേവനം, കഫരോഗങ്ങൾക്കുള്ള ചികിത്സ, താരൻ കേശ സംരക്ഷണ ക്ലിനിക്ക് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. കൂടാതെ അർശസ് രോഗികൾക്കുള്ള പ്രത്യേക ചികിത്സയുമുണ്ട്. ക്ഷീണം, ഉറക്കക്കുറവ്, മൈഗ്രെയിൻ, മലബന്ധം, മാനസിക പിരിമുറുക്കം, നടുവേദന, മുട്ടുവേദന, ആർത്തവ തകരാറുകൾ, ഗർഭാശയ രോഗങ്ങൾ, അമിതഭാരം, പൊണ്ണത്തടി, വാതരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കൌമാര പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാണ്. ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂലം, ആറാംകോട്ടം നാലുമുക്ക്, കണ്ണൂർ. ഫോൺ 0497 274281 96 56 69 0462. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണ് DND ചികിത്സയിൽ ജീവനം ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, ആറാംകോട്ടം, കണ്ണൂർ. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല.
വാർത്തകൾ തുടരുന്നു. RSS ഭീകരതയ്ക്കും മാപ്പില്ല, കൊലയാളികളെ തുറുങ്കിലടയ്ക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ നടത്തി. ആദായ നികുതി ഓഫീസ് പരിസരത്ത് നടന്ന 24 മണിക്കൂർ പ്രതിഷേധ ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. RSS കൊലയാളി രാഷ്ട്രീയത്തിനെതിരെ വിദ്യാർത്ഥികൾ ധർണ നടത്തി. RSS ഭീകരതയ്ക്ക് മാപ്പില്ല, കൊലയാളികളെ തുറുങ്കിലടയ്ക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസ് പരിസരത്തായിരുന്നു 24 മണിക്കൂർ പ്രതിഷേധ ധർണ. CPM സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ MLA യാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. SFI ജില്ലാ പ്രസിഡന്റ് TK സുമേഷ് അധ്യക്ഷം വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ്, SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K. റഫീഖ്, K. സബീഷ്, DYFI ജില്ലാ സെക്രട്ടറി N. രാജേഷ്, CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M. മുരളീധരൻ, KGOA ജില്ലാ സെക്രട്ടറി MK രാജൻ, KSTA ജില്ലാ സെക്രട്ടറി KK രഘുനാഥ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം M. സമീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ MK നികേഷ്, M. ജിജേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VK കിരൺരാജ് സ്വാഗതം പറഞ്ഞു. സമാപന പരിപാടി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് സംസാരിച്ചു. ഒയിസ്ക അംബേദ്കർ ഹസ്തശില്പ വികാസ് യോജന ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ 2500ഓളം വനിതകൾ അംഗങ്ങളായുള്ള കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ ഈ പദ്ധതിയിൽ ആദ്യ 35 ഗുണഭോക്തൃ സംഘങ്ങൾക്കുള്ള ശില്പശാലയും നടന്നു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശശി നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ 2500ഓളം വനിതകൾ അംഗങ്ങളായുള്ള കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ ആദ്യ 35 ഗുണഭോക്തൃ സംഘങ്ങൾക്കുള്ള ശില്പശാല നടന്നു. ഒയിസ്ക അംബേദ്കർ ഹസ്തശില്പ വികാസ് യോജനയുടെ ഔപചാരിക ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശശി നിർവഹിച്ചു. സംഘാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി പുതിയ തൊഴിൽ സംരംഭകത്വം ആരംഭിക്കുന്നതിന് സഹായകരമായ രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒയിസ്ക സെക്രട്ടറി ജനറൽ M. അരവിന്ദ് ബാബു സ്വാഗതം ആശംസിച്ചു. ചീഫ് കോർഡിനേറ്റർ PK നളിനാക്ഷൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് മാനേജർ CV ശ്രീനാഥ്, G. സത്യമൂർത്തി, B. രാജഗോപാൽ കമ്മത്ത്, K. ഭുവൻദാസ്, പത്മകുമാർ P. K. മജീദ്, P. റഷീദ്, അഡ്വക്കേറ്റ് തോമസ് മാത്യു, ദിനേഷ് കുമാർ K. തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ PK അബ്ദുൽ ജബ്ബാർ, പ്രൊഫസർ V. ഹേമപാലൻ എന്നിവർ ക്ലാസുകളെടുത്തു. ക്ലസ്റ്റർ മാനേജർ PV സഹിദ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ചാവറ കൾച്ചറൽ സെന്ററിന്റെയും കേരള പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രൊഫസർ K. ഗോപിനാഥൻ നായരെ അനുസ്മരിച്ചു. ചടങ്ങിൽ ഡോക്ടർ K. മാധവൻകുട്ടി അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ K. ഗോപിനാഥൻ നായരെ ചാവറ കൾച്ചറൽ സെന്ററും കേരള പരിസ്ഥിതി സംരക്ഷണ സമിതിയും ചേർന്ന് നടത്തിയ ചടങ്ങിൽ അനുസ്മരിച്ചു. ഡോക്ടർ K. മാധവൻകുട്ടി അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ MGS നാരായണൻ, ഡോക്ടർ A. അച്യുതൻ, പ്രൊഫസർ IG. ഭാസ്കര പണിക്കർ, പ്രൊഫസർ PC. കൃഷ്ണരാജവർമ്മ, ഡോക്ടർ P. സുമതി ഹരിദാസ്, പ്രൊഫസർ രമണി, പ്രൊഫസർ K. ശ്രീധരൻ, NE. ബാലകൃഷ്ണ മാരാർ, ഡോക്ടർ ഫാദർ ജോസ് ഇടപ്പാടി, KK. വിജയൻ, M. രാധാകൃഷ്ണൻ നായർ, പ്രൊഫസർ KK. ദേവദാസ് എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള സഹായനിധി വിതരണം നവംബർ 23 ഹോട്ടൽ അളകാപുരി ഹാളിൽ വെച്ച് നടത്തും. വിദ്യുച്ഛക്തി ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തും. നാദാപുരം പുറമേരിയിലെ എളമ്പിലായിൽ ഇടിഞ്ഞു വീഴാറായ ലക്ഷം വീട്ടിൽ കഴിയുന്ന ഹൃദ്രോഗിയായ 75 വയസ്സുള്ള ജാനകിയമ്മയും കൈകാലുകൾക്ക് ചലനശേഷിയില്ലാത്ത 53, 45 വയസ്സുള്ള 2 പെൺമക്കൾക്കും പുതിയതായി വീട് നിർമ്മിക്കുന്നതിനുള്ള ധനസഹായമായ 4,15,000 രൂപയുടെ ചെക്കും കൈമാറും. ചെറുവണ്ണൂർ കൊളത്ര ആത്മവിദ്യാസംഘം UP സ്കൂളിൽ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. വാർഡ് കൌൺസിലർ C. സെറീന അധ്യക്ഷം വഹിച്ചു. PTA പ്രസിഡന്റ് K. സുധീഷ് ബാബു, ഫറോക്ക് AEO KM കൃഷ്ണകുമാർ, BPO K. ശിവരാജൻ, അംബുജാഷി, ജോയ് വർഗീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പശ്ചിമഘട്ടത്തിന്റെ സുസ്ഥിര വികസനത്തിനും കർഷക സമൂഹങ്ങളുടെ യഥാർത്ഥ രക്ഷയ്ക്കും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ശാസ്ത്രീയമായി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും ഈ ആവശ്യമുന്നയിച്ച് സോളിഡാരിറ്റി ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ ഫാറൂഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുജന റാലികൾ, പൊതുസമ്മേളനങ്ങൾ, കളക്ടറേറ്റ് മാർച്ചുകൾ, സായാഹ്ന ധർണകൾ, ക്യാമ്പയിൻ ഉദ്ഘാടനം നവംബർ 26 വൈകുന്നേരം 4 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി നിർവഹിക്കും.
കൊയിലാണ്ടി JCI നഴ്സറി കലോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23ാമത് ജില്ലാതല നഴ്സറി കലോത്സവത്തിൽ 60 നഴ്സറികളിൽ നിന്നായി 1600 LKG UKG വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ കെ ശാന്ത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടുതൽ പോയിന്റുകൾ നേടുന്ന സ്കൂളിന് JC സുജിത് മെമ്മോറിയൽ ട്രോഫിയും, 2ാം സ്ഥാനം നേടുന്ന സ്കൂളിന് JC റൈറ്റ് ഫീൽഡും, 3ാം സ്ഥാനം നേടുന്ന സ്കൂളിന് JJ രാഹുൽ മെമ്മോറിയൽ ഷീൽഡും നൽകും. പത്രസമ്മേളനത്തിൽ അനൂപ് പ്രേമനന്ദൻ, പ്രവീൺ കുമാർ, വിജിലാൽ, ഷിജിത് TK, അഡ്വക്കേറ്റ് വിജയൻ, അഡ്വക്കേറ്റ് G പ്രവീൺ കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. MSM കോഴിക്കോട് സൌത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം നവംബർ 24 ഞായറാഴ്ച JDT ഇസ്ലാം ക്യാമ്പസിൽ വെച്ച് നടത്തും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ ധാർമ്മിക ബോധവും മതേതര ചിന്തയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കുക, സൈബർ രംഗത്തെ മൂല്യച്യുതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. കൊയിലാണ്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 16 ടീമുകൾ പങ്കെടുത്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലകൃഷ്ണൻ കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച അത്ലറ്റിക്സ് മത്സരങ്ങളും നടന്നു. ഞായറാഴ്ച ഫുട്ബോൾ മത്സരവും നടക്കും. മതേതര ഇന്ത്യയ്ക്കും തൊഴിൽ സുരക്ഷയ്ക്കും എന്ന സന്ദേശമുയർത്തി STU സംസ്ഥാന പ്രചരണ യാത്ര ജനുവരി 6 മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ജനുവരി 22 തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 6 യാത്ര മഞ്ചേശ്വരത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാനും തൊഴിൽ സംരക്ഷണം രാജ്യത്ത് ഉറപ്പുവരുത്താനും തൊഴിലാളികളെയും ബഹുജനങ്ങളെയും ബോധവൽക്കരിക്കാനും വേണ്ടിയാണ് STU സംസ്ഥാനതല യാത്ര സംഘടിപ്പിക്കുന്നത്. ICDS സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പന്തലായനി ഭാഗത്തെ ജീവനക്കാർ AWHA CITUവിന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലും സാമൂഹ്യക്ഷേമ വകുപ്പ് സംയോജിത ശിശുവികസന ഓഫീസിനു മുന്നിലും പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി P കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, 450 രൂപയുടെ 4 മാസത്തെ കുടിശ്ശിക ബജറ്റിൽ പ്രഖ്യാപിച്ച 400 രൂപ വർധനവും ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. T ഗോപാലൻ, M ഓമന, NV ഉഷാഭായ്, MV ജ്യോതി, PK പത്മിനി എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ്. സേവനാവകാശ നിയമം പോലും അറിയാത്ത സർക്കാർ ജീവനക്കാരെന്ന് വിജിലൻസ് കണ്ടെത്തൽ. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ജീവനക്കാരുടെ യാതൊരു അവകാശങ്ങളും സർക്കാർ നിഷേധിച്ചിട്ടില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ഗുരുവിന്റെ ആദ്യ സിനിമ മുഖംമൂടികൾ പ്രദർശനത്തിന്. ഗുരു ചേമഞ്ചേരിക്ക് സ്വപ്ന സാഫല്യം. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.